Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 8 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ള ഒരു സജഷൻ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല സ്റ്റഡി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 40 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് പോകാം. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്കറിയാം 5 സബ്ജക്ട്സ് വരുന്നു. നിങ്ങൾക്ക് കുറച്ചൊന്ന് സൂഹിക്കാൻ പറ്റുന്ന അവസാനത്തെ സെമസ്റ്ററാണ് സെക്കൻഡ് സെമസ്റ്റർ. ബിക്കോസ് നെക്സ്റ്റ് സെമസ്റ്റർ മുതൽ നിങ്ങൾക്ക് 5 മെയിൻ പേപ്പേഴ്സ് ആയിരിക്കും. സെക്കൻഡ് സെമസ്റ്ററിലും കൂടിയാണ് നിങ്ങൾക്ക് ഇനി ഈ പറയുന്ന 2 മെയിൻ പേപ്പേഴ്സും ബാക്കി ലാംഗ്വേജ് പേപ്പേഴ്സും വരുന്നത്. അപ്പോൾ നമുക്കറിയാം 2 ഇംഗ്ലീഷ് പേപ്പർ വരുന്നു. BCom BBA സ്റ്റുഡൻസിന് സെയിം ആണ്. ലാംഗ്വേജ് ഹിന്ദി ആവാം, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ആവാം, അതല്ലെങ്കിൽ മലയാളം ആവാം. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. മറ്റൊരു പേപ്പർ വരുന്നു. ദെൻ പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നു, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വരുന്നു. നിസ്സംശയം പറയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 40 ദിവസമാണല്ലേ. എങ്ങനെ ഈ 40 ദിവസം നല്ല രീതിയിൽ വിനിയോഗിക്കാം, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു കുട്ടിയും, അപ്പോൾ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു കാര്യം മറക്കാണ്ട് തറയിൽ നിൽക്കണമെങ്കിൽ റിവിഷൻ കൂടിയേ തീരൂ. പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിക്കുമ്പോഴാണ് നമ്മൾ അത് മറക്കാതിരിക്കുക. റിവിഷൻ തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് എപ്പോൾ ചോദിച്ചാലും പറയാൻ സാധിക്കുന്നത്. റിവിഷൻ നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിക്ക് സാധിക്കുന്നത്, അല്ലാണ്ട് വേറെ ടെക്നിക്കൊന്നും ഇതിന്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ പല ടോപ്പിക്കുകളും റിവൈസ് ചെയ്ത് ഇത് ഓർമ്മയിൽ നിർത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൽ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ പറയാറുള്ളതാണ്. എപ്പോഴും പ്രോബ്ലം പേപ്പറിന് നിങ്ങൾ കൊടുക്കേണ്ട അപ്രോച്ച് അത് തന്നെയാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പ്രോബ്ലം പേപ്പറിനെ അപ്രോച്ച് ചെയ്യണം. ദെൻ അതാണ് നമ്പർ 1. നമ്പർ 2, നമ്മുടെ 5 പേപ്പേഴ്സിനും നമ്മുടെ മുമ്പിലുള്ള 40 ദിവസത്തിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് ആദ്യം കാണാം. അപ്പോൾ മുമ്പിലുള്ള 40 ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കേണ്ടത്, ഇപ്പോൾ ഒരു 10 ഡേയ്സ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ പേപ്പറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അത് ഓരോ വ്യക്തികളനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ബാലൻസ് 4 പേപ്പേഴ്സ് തിയറി സബ്ജക്ട്സ് ആണ്. സോ നിങ്ങൾ ഒരു പേപ്പറിന് മിനിമം 7 ഡേയ്സ് വെച്ചിട്ട് മാറ്റി വയ്ക്കുക. സോ 4 പേപ്പറിനും കൂടിയിട്ട് 28 ഡേയ്സ് അങ്ങനെയും നമുക്ക് വേണ്ടതായിട്ട് വരും. സോ അങ്ങനെ 10 + 28 38 ഡേയ്സ് ഈ 5 പേപ്പേഴ്സിനും കൂടിയിട്ട് ഈ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി 2 ദിവസം എന്ന് പറയുമ്പോൾ എക്സാമിന് മുമ്പുള്ളതാണ്. ഓരോ എക്സാമിന് മുമ്പ് നമുക്ക് ആ ഒരു എക്സാമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡേയ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതായിട്ട് വരുന്നത് റിവിഷനാണ്. റിവിഷൻ നമ്മുടെ മുമ്പിലാണെങ്കിലോ കുറച്ച് ദിവസമല്ലോ. ഇപ്പോൾ പല കുട്ടികളും ജോലിക്കൊക്കെ പോയിട്ട് പഠിക്കുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഞാൻ പ്രോബ്ലം പേപ്പർ എന്ന് പറയുന്നതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് എന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഇത് പ്രോപ്പറായിട്ട് പഠിക്കാണ്ട് സപ്ലിയും കിട്ടി വീണ്ടും ഇത് എഴുതാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്.
കുറേ ആൾക്കാർക്ക് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. +2 അക്കൗണ്ട്സ് പഠിച്ചൊക്കെ മറന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെ ഈ പ്രോബ്ലം പേപ്പറിനെ അപ്രോച്ച് ചെയ്യണം, ഞാൻ ഇത് രണ്ട് മുമ്പുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പരിപാടിയാണ്. പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ പഠനം നിങ്ങൾ ആരംഭിക്കേണ്ടത് ഈവനിങ്ങിലായിരിക്കണം, ഈവനിങ് സെഷൻ. നിങ്ങളുടെ പഠനം നിങ്ങൾ ആരംഭിക്കേണ്ടത് രാത്രി ഒരു 7 മണിക്കോ അല്ലെങ്കിൽ ഒരു 7:30ക്കോ ആയിരിക്കണം നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത്. ദെൻ പ്രോബ്ലംസ് രാത്രി ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ ഉറക്കം വരാനുള്ള സാധ്യതയും അവിടെ കുറവുണ്ടാവും, അല്ലേ, അധികം ഉണ്ടാവില്ല. ഇപ്പം രാത്രി നമുക്കൊരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 മണി വരെ നമുക്ക് പ്രോബ്ലം പഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. ഈ പഠിച്ച കാര്യങ്ങൾ 2-2.5 മണിക്കൂർ രാത്രി പഠിച്ചത് ഡിസ്ട്രാക്ഷൻസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിറ്റേ ദിവസം എണീക്കുക. എപ്പോഴാണ് എണീക്കണമെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളിലോട്ടും പോകാണ്ട് ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ ഇത് വീണ്ടും പഠിക്കണം എന്നല്ല, തലേദിവസം പഠിച്ചത് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. പിന്നെ നിങ്ങളത് മറക്കാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിവിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഒരു സംഭവം പഠിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കുക, അപ്പോഴാണ് റിവൈസ് ചെയ്തു അത് ഓർമ്മയിൽ നിൽക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് നമുക്കിതെങ്ങനെ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാം. നമ്മൾ രാത്രി പഠിച്ച കാര്യം അല്ല, ഒന്ന് ഉറങ്ങി എണീറ്റു, അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ദെൻ കാലത്ത് എണീക്കുമ്പോൾ നമ്മൾ ഈ തലേദിവസം പഠിച്ച് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് തലയിലോട്ട് കയറി വരുന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഈ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറക്കില്ല. അപ്പോൾ പ്രോബ്ലം പേപ്പറിനെ നിങ്ങൾ ഈ ഒരു അപ്രോച്ച് തന്നെ പരമാവധി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ തിയറി പേപ്പേഴ്സിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ പകൽ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം മാറ്റി വയ്ക്കുക. ഞാൻ എപ്പോഴും പറയും കുട്ടികളുടെ അടുത്ത്, പകൽ ഒരുപാട് സമയം ഉണ്ടെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കൂടുതലായിരിക്കും. സോ നിങ്ങൾ എത്രത്തോളം പഠിക്കാൻ എഫേർട്ട് എടുത്താലും ഡിസ്ട്രാക്ഷൻസ് വന്നിട്ട് ചിലപ്പോൾ 3 മണിക്കൂർ ഇരുന്നാലും ചിലപ്പോൾ ക്വാളിറ്റി ടൈം കിട്ടുക 1.5 മണിക്കൂറായിരിക്കും. പലരും പറയും പഴയ ആൾക്കാർ കാലത്ത് നേരത്തെ എണീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അല്ല, 5:30 കഴിഞ്ഞിട്ട് 5 മണിക്ക് ഉണ്ട്, ഞാനൊക്കെ പഠിക്കാറൊക്കെ ഉണ്ട്. ഇത് അപ് ടു ഒരു സ്റ്റുഡൻ്റ് അനുസരിച്ചിരിക്കും. ബട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടി ചെയ്യുമ്പോൾ പ്രോബ്ലം പേപ്പറിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ട്, ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ അടുത്ത് ആരെടുത്ത് ചോദിച്ചാലും രാത്രി ഇരുന്ന് പഠിക്കുന്നതാണ് കംഫർട്ടബിൾ എന്ന് പറയും. അപ്പോൾ രാത്രിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നിങ്ങൾ വേറൊരു കാര്യം ചെയ്യാണ്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ പകലിന് അത്രയും ഉണ്ടാവില്ല. ദെൻ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കുമ്പോഴും അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഉറക്കം വരാനുള്ള സാധ്യതയും കുറവായിരിക്കും. പിറ്റേ ദിവസം എണീറ്റ് ഈ പരിപാടി നോക്കുമ്പോൾ പിന്നെ മറക്കില്ല എന്നുള്ളതാണ്. ദെൻ തിയറി സബ്ജക്റ്റുകൾ, ഇപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ കാലത്ത് എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിയറി സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിപ്പോൾ പകൽ ചിലപ്പോൾ മോർണിംഗ് ടൈം ചിലപ്പോൾ ഒരു 9 മണിക്കൊക്കെ ശേഷം 9 to 12 ഇടയിൽ ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുക. ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ കിട്ടും 1 മണിക്കൂർ. ഉച്ച എന്ന് പറയുന്ന ടൈം അങ്ങനെയല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലെല്ലാം കൂടിയിട്ട് ചിലപ്പോൾ ടോട്ടൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കിട്ടിയാലായി. ചിലപ്പോൾ 2 മണിക്കൂറോ 2.5 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ രാത്രിയും പകലും കൂടിയിട്ട് ഒരു 4 മുതൽ 5 മണിക്കൂറെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം വലിയ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുള്ളതാണ് മിനിമം. മനസ്സിലാവുണ്ടോ? അപ്പോൾ തിയറി പേപ്പേഴ്സൊക്കെ നിങ്ങൾ പകലിലേക്കും പിന്നെ അക്കൗണ്ട്സൊക്കെ പഠിച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ എന്താ പറയുക, രാത്രി ടൈമും ഈ പറഞ്ഞ തിയറിയിലോട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞത് പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ മിനിമം ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ മറ്റൊരു സജഷൻ തരാനുള്ളത്. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ബേസ് ഇല്ലാത്തതാണ്. അക്കൗണ്ട്സ് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ബേസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ബിക്കോസ് നമ്മുടെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം സിലബസ് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇതാണ് സിലബസ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി ആണ്. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളതാണ് സിംഗിൾ എൻട്രി. ഇതിൽ നിന്ന് എന്തായാലും ഒരു SI ചോദ്യം ഉണ്ടായിരിക്കും, 2 വെയിറ്റേജ് 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം സിംഗിൾ എൻട്രി. ഇതൊരു ഏരിയ. ബാക്കി വരുന്നൊക്കെ കമ്പനി അക്കൗണ്ട്സാണ്. നല്ല രീതിയിൽ പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. SC ആണെങ്കിലും ഏറ്റവും വലിയൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. നമ്പർ 3 ഡിബഞ്ചേഴ്സ്, പിന്നെ IFRS, പിന്നെ
ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല ഫോക്കസ് കൊടുത്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ബേസിക് ജേണൽ എഴുതുക, ലെഡ്ജർ എഴുതുക, അങ്ങനത്തെ ബേസിക് എന്താണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, +1 ആദ്യം പഠിച്ചിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല ബികോം സ്റ്റുഡൻസിന്. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. എസ്പെഷ്യലി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനി അക്കൗണ്ട്സിലോട്ടാണ്. കമ്പനി അക്കൗണ്ട്സ് നന്നായി പഠിച്ചത് തന്നെ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നതാണ് പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ 80:20 ആണ് പാരറ്റോ അനാലിസിസ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80% മാർക്കിൻ്റെ ചോദ്യങ്ങളും വരുന്നത് ഒരു 20% ഏരിയയിൽ നിന്നായിരിക്കും. 20% ഏരിയയിൽ നിന്ന്. ബാക്കി എന്താണ് 20% മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് ബുക്കിലത്തെ 80% ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 20% കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ 80% മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി ബുക്ക് എടുത്ത് പഠിച്ചു തുടങ്ങി, അവൻ കുറേ പഠിച്ചു, ഒരു 80% ഏരിയ അവൻ കവർ ചെയ്തു. ബട്ട് അവൻ കവർ ചെയ്ത 80% ഏരിയയിൽ നിന്ന് കൂടിയിട്ട് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളെ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞില്ലേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നുണ്ട് 20%. അതിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ വരുന്നത്. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നില്ലേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണ്. അതാണ് നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോസിൽ പറയുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഈ 20%. ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ 80% മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് മനസ്സിലാക്കി സ്മാർട്ടായിട്ട് പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാ പേപ്പറിനും ഈ ഒരു അപ്രോച്ച്. അപ്പോൾ നമ്മൾ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ മെയിൻ പേപ്പേഴ്സ് ആയിട്ടുള്ള ഫിനാൻസ് അക്കൗണ്ടിങ്ങിൻ്റെയും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ക്വിക്ക് റിവിഷൻ ഇതൊക്കെ ചെയ്യും സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതല്ലാണ്ട് ബുക്ക് കിട്ടുമ്പോൾ ഒരു അന്തം കുന്തമില്ലാണ്ട് പഠിച്ചു തുടങ്ങരുത്. അതാണ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്മാർട്ടായിട്ട് മാത്രം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും മാറ്റിവെക്കേണ്ട ഡേയ്സ് പറഞ്ഞു. അപ്പോൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഒരു പേപ്പർ മൊത്തം പഠിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഒരു ദിവസം അക്കൗണ്ടിങ് പഠിച്ചാൽ പിറ്റേ ദിവസം മാർക്കറ്റിംഗ് പഠിക്കുക, അല്ലെങ്കിൽ 2 ദിവസം ഒരു പേപ്പർ പഠിച്ചാൽ മറ്റൊരു ദിവസം വേറൊരു പേപ്പർ പഠിക്കുക. നമ്മൾ എന്ത് കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ബോറടിക്കും. 2 ദിവസം തന്നെ സാമ്പാർ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മടുപ്പ് വരില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ മാറി മാറി പഠിക്കണം. ഒന്ന് മാത്രം ഇങ്ങനെ പിടിച്ചിരിക്കരുത്. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും, നമുക്ക് തന്നെ പഠനത്തിനോടൊരു വെറുപ്പ് തോന്നും. അതുകൊണ്ട് മാറ്റി മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്പർ 1 40 ദിവസം എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. നമ്പർ 2 ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സെയിം സബ്ജക്റ്റ് തന്നെ പിടിച്ചിരിക്കരുത്. നമ്പർ 3 പ്രോബ്ലം പേപ്പേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ പഠിച്ചു കൊടുക്കേണ്ട രീതി റിവിഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. തിയറി പകൽ പഠിക്കുക, ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതൊന്നും അല്ലാണ്ട് മറ്റൊരു കാര്യം കൂടിയും പറയാനുള്ളത്, 18ാമത്തെ അടവെന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ ജോലിക്ക് പോയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സമയം തീരില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പം പഠിക്കുക. മനസ്സിലാവണ്ടോ? അപ്പം ഞാനൊക്കെ ചില സമയത്ത് ഉച്ചയ്ക്ക് 1-1:30 നേരത്തൊക്കെയാണ് എംകോമിന് പഠിക്കുന്ന സമയത്ത് പഠനം ആരംഭിക്കുക, ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട്. ബിക്കോസ് നമുക്ക് സമയം എന്ന് പറയണത് എനിക്ക് എപ്പോഴാണുള്ളത്. അതിനുശേഷം ഇപ്പം ഞാൻ എന്താ പറയുക പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടുന്നത് ഉച്ച നേരത്താവും, എല്ലാവരും ഉറങ്ങുന്ന സമയത്താവും കിട്ടുക. അപ്പോൾ നമുക്ക് എപ്പോൾ ടൈം കിട്ടുന്നു അപ്പം പഠിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നടക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. 40 days ഇനഫ് ഫോർ കംപ്ലീറ്റിംഗ് അവർ എൻറ്റയർ 5 സബ്ജക്ട്സ്.
അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ 40 ദിവസം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ബികോം കഴിയുമ്പോൾ എന്താണ് നെക്സ്റ്റ് ഒരു പൊസിഷനിലോട്ടോ ജോബിലോട്ടോ ഒക്കെ പോകണമെങ്കിൽ ഹൈ പെർസെൻറ്റേജ് മാർക്സ് വേണം. നിങ്ങൾക്ക് പല കുട്ടികൾക്കും ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ മാർക്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ 60%, 65%, അല്ലെങ്കിൽ 58% അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനൊക്കെ കൂടുതൽ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഉഴപ്പൽ കൊണ്ട് ഇങ്ങനെ ആയതായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് അല്ലേ, ഒരു 85 90 എത്താൻ നിങ്ങൾക്കും പറ്റും. ഈസി ആയിട്ട് പോസിബിളാണ്. ഉള്ള ദിവസം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. പ്ലാനിങ് റെഡ്യൂസ് അൺസർട്ടനിറ്റി, അതിനാണ് ഈ ഒരു 40 days സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുള്ള. ദെൻ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള എൻറ്റയർ വീഡിയോസ് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് മെയിൻ പേപ്പേഴ്സ് എല്ലാ പേപ്പേഴ്സിനും നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പഠിച്ച് ഹൈ സ്കോറിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, എല്ലാ പേപ്പറിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.